ഭാരതത്തിലെ പുണ്യവൃക്ഷങ്ങളിൽ ഒന്നാണ് ധമനക വൃക്ഷം. പരമേശ്വര കോപത്തിൽ നിന്നും പിറന്ന ഭൈരവനാണ് യഥാർത്ഥത്തിൽ ഈ വൃക്ഷമെന്ന് പുരാണം പറയുന്നു. അനാദികാലം അന്ന് പ്രപഞ്ചഗതി വീക്ഷിക്കുകയായിരുന്ന ബ്രഹ്മാവിൽ അഹന്ത ഉടലെടുത്തു. സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് താനാണ്. താനില്ലെങ്കിൽ പ്രപഞ്ചം മരുഭൂമിയായി പരിണമിക്കുന്നതാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ ചലനങ്ങൾക്കും ഹേതു ബ്രഹ്മാവ് തന്നെയാണ്. ബ്രഹ്മാവിനെ പൂജിക്കാത്തവർ ആരുണ്ട്? ഇങ്ങനെ ചിന്തിക്കുകയായിരുന്ന ബ്രഹ്മാവിന്റെ ഹൃദയത്തിൽ മഹാവിഷ്ണു, പരമശിവൻ എന്നിവരോട് പുച്ഛം വളർന്നു വന്നു. എൻ്റെ സൃഷ്ടിയെ സംരക്ഷിക്കുകയാണ് മഹാവിഷ്ണു, സംഹരിക്കുകയാണ് രുദ്രൻ. എൻ്റെ പ്രജകളെ സംഹരിക്കുവാൻ രുദ്രനാരാണ്? സർവ്വലോകവും അവൻ്റെ കൈപ്പിടിയിലാണെന്നാണ് ഭാവം. ഈ വിധത്തിലുള്ള പല ചിന്തകളും ബ്രഹ്മാവിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. അപ്പോൾ ബ്രഹ്മദേവനെ മുഖം കാണിക്കുവാൻ പരമശിവൻ സത്യലോകത്തിൽ ചെന്നു. ഭഗവാന്റെ ആഗമനം അറിഞ്ഞിട്ടും ബ്രഹ്മദേവൻ സ്വസ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുകയോ അദ്ദേഹത്തെ സ്വീകരിക്കുകയോ ചെയ്തില്ല. ബ്രഹ്മദേവന്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെ പരമശിവൻ ചോദ്യം ചെയ്തു. ബ്രഹ്മദേവ, താങ്കൾ അജ്ഞാനിയായി തീരുന്നു. എന്തുകൊണ്ട് താങ്കൾ അതിഥി പൂജയ്ക്ക് താല്പര്യം കാണിക്കുന്നില്ല? ബ്രഹ്മദേവന് യാതൊരു കൂസലും ഉണ്ടായില്ല. അദ്ദേഹം അഹങ്കാരത്തോടെ മൊഴിഞ്ഞു. പരമേശ്വര, അഹന്ത നിനക്കോ അതോ എനിക്കോ? സ്വയം തീരുമാനിച്ചു കൊള്ളുക. സർവ്വ സൃഷ്ടികളും സാധ്യമാകുന്ന ഞാൻ സർവ്വലോക അധിപനാണ്. അവ നശിപ്പിക്കുവാൻ അവസരം നോക്കുന്ന നടക്കുന്ന നിന്നെ ഞാൻ ബഹുമാനിക്കുന്നത് എന്തിന്? വരൂ, എൻ്റെ ചരണങ്ങളിൽ വീണ നിന്റെ പ്രവൃത്തികൾക്ക് മാപ്പ് ചോദിക്കും. ബ്രഹ്മദേവന്റെ വാക്കുകൾ പരമശിവനെ കുപിതനാക്കി തീർത്തു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കോപാഗ്നി എരിഞ്ഞു. അതോടൊപ്പം അതിഭയങ്കരനായൊരു സത്വം അവിടെ പ്രത്യക്ഷനായി. ഭൈരവ, അഹങ്കാരിയായ ബ്രഹ്മാവിന് ഉചിതമായ മറുപടി നൽകുക. ശങ്കരൻ ആ സത്വത്തോട് കൽപ്പിച്ചു. ഇത്രയും ആയപ്പോൾ കാര്യം പന്തിയല്ലെന്ന് ബ്രഹ്മദേവന് ബോധ്യമായി. അദ്ദേഹം തൽക്ഷണം അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഭൈരവൻ ബ്രഹ്മദേവനെ അന്വേഷിച്ച് നടപ്പായി. അവൻ ഭൂമി, സ്വർഗം, പാതാളം എന്നിവിടങ്ങളിലെല്ലാം ബ്രഹ്മദേവനെ തിരഞ്ഞു. എവിടെയും അദ്ദേഹത്തെ കാണുവാൻ സാധിച്ചില്ല. ഇച്ഛാഭംഗം ഭൈരവനെ ക്രുദ്ധനാക്കി. ഹേ ദേവകളെ, ബ്രഹ്മദേവൻ എവിടെയാണ്? അദ്ദേഹത്തെ നശിപ്പിച്ച എൻ്റെ യജമാനന്റെ ആജ്ഞ ഞാൻ പാലിക്കട്ടെ. പറയൂ, എവിടെ ബ്രഹ്മാവ്? ഭൈരവൻ ദേവകളെ നോക്കിയാലറി. ഭൈരവ, ബ്രഹ്മദേവൻ എവിടെയാണെന്ന സത്യത്തിൽ ഞങ്ങൾക്കറിവില്ല. ദേവകൾ തങ്ങളുടെ ആജ്ഞ വെളിപ്പെടുത്തി. പക്ഷെ ഭൈരവന് വിശ്വാസം വന്നില്ല. ബ്രഹ്മദേവനെ ഒളിപ്പിച്ച ശേഷം അസത്യം പൊഴിയുന്നുവോ എന്നിങ്ങനെ അട്ടഹസിച്ചുകൊണ്ട് ഭൈരവൻ ദേവകളുടെ നേർക്ക് പാഞ്ഞെടുത്തു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ദേവകൾ പകച്ചുപോയി. ആ സമയം കൊണ്ട് തന്നെ ഭൈരവൻ ദേവകളെ ദമനം ചെയ്തു. ഭൈരവന്റെ ഈ പ്രവൃത്തി പരമശിവൻ ഇഷ്ടപ്പെട്ടില്ല. ഭൈരവ, ബ്രഹ്മദേവനെ ദമനം ചെയ്തുവെന്നവനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിന് വിപരീതമായി ദേവകളെ ദമനം ചെയ്യുവാൻ തുനിഞ്ഞ നീയൊരു താതൃവൃക്ഷമായി തീരട്ടെ. ഭഗവാൻ ഭൈരവനെ ശപിച്ചു. ഭൈരവൻ ഞെട്ടിപ്പോയി. എൻ്റെ ഉദ്ദേശം വിപരീത ഫലം സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ ദയനീയം വിലപിച്ചുകൊണ്ട് പരമശിവന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ഭൈരവന്റെ കണ്ണുനീർ ഭഗവാന്റെ ഹൃദയത്തെ കരുണാർദ്രമാക്കി തീർത്തു. ഭൈരവ, ദുഃഖിക്കാതിരിക്കുക. മനുഷ്യൻ താതൃവൃക്ഷത്തെ പൂജ ചെയ്യുന്നതായിരിക്കും. ആ പൂജയിലൂടെ നീ പുണ്യവൃക്ഷമായി ലഭിക്കും. ഭഗവാൻ ഭൈരവനെ അനുഗ്രഹിച്ചു. അന്നു മുതൽ താതൃവൃക്ഷം പുണ്യവൃക്ഷമായി ഭവിച്ചു. ഈ താതൃമരമാണ് ധമനക വൃക്ഷം. അടുത്തത് വാരണാസി അവിമുക്തം എന്ന പേരിൽ അറിയപ്പെട്ട കഥയാണ്. തുടരും.